കുടുങ്ങിക്കിടക്കുകയാണ് എൽദോസ് കുന്നപ്പള്ളി. പെരുമ്പാവൂർ എംഎൽഎ ആയ എൽദോസ് കുന്നപ്പള്ളി. എൽദോസ് കുന്നപ്പള്ളിയെ കോൺഗ്രസുകാർ കൊണ്ടാടി. കോൺഗ്രസിന്റെ യുവതുർക്കിയായി അദ്ദേഹം മാറി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കുടുങ്ങിയിരിക്കുന്നത് ചില്ലറ കേസിലല്ല, ബലാത്സംഗത്തിനും വധശ്രമത്തിനുമാണ്. തിരുവനന്തപുരം പേട്ട സ്വദേശിയായ യുവതിയെ അദ്ദേഹം പലതവണ ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതി. പിന്നീട് മദ്യപിച്ചെത്തുകയും യുവതിയെ ബലമായി കാറിൽ കയറ്റി കോവളത്ത് കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഈ പരാതിക്കുമേൽ ക്രൈംബ്രാഞ്ച് കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ചു. ബലാത്സംഗം, വധശ്രമം അടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടെ എൽദോസ് കുന്നപ്പള്ളി കുരുക്കിലായിരിക്കുകയാണ്. മാത്രമല്ല, എൽദോസിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പ്രത്യക്ഷമായി എത്തിയതുമില്ല. കെ സുധാകരനാകട്ടെ ആരെയും എന്ത് തെറ്റിദ്ധനം കാണിച്ചാലും ആരെയും സംരക്ഷിക്കുന്ന നേതാവാണ്. ബി ഡി സതീശനും അങ്ങനെ തന്നെ. പക്ഷെ എൽദോസിന്റെ കാര്യത്തിൽ അർദ്ധഗർഭമായ മൗനമാണ് കോൺഗ്രസ് പുലർത്തുന്നത് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് കോൺഗ്രസ് മടുത്തിരിക്കുന്നു. ബിജെപി കേന്ദ്ര നേതൃത്വവുമായി, ബിജെപി സംസ്ഥാന നേതൃത്വവുമായി അദ്ദേഹം അനൌപചാരികമായ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. തന്നെ ഈ വിഷമാവസ്ഥയിൽ കൈവിട്ട കോൺഗ്രസ് നേതാക്കളെ എൽദോസ് കുറ്റപ്പെടുത്തുന്നു. അതിൽ എൽദോസിന് പരിഭവമുണ്ട്. കോൺഗ്രസ് തന്നെ സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരും ഇക്കാര്യത്തിൽ എൽദോസിനെ സംരക്ഷിക്കാൻ എത്തിയില്ല. മാത്രമല്ല, എൽദോസിനെ സംരക്ഷിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല, എൽദോസിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു. ഇതോടുകൂടിയാണ് പെരുമ്പാവൂർ എംഎൽഎ ബിജെപിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത്. പെരുമ്പാവൂരിൽ എൽദോസ് വലിയൊരു സാന്നിധ്യമാണ്. ജനകീയനായ എംഎൽഎ ആണ് അദ്ദേഹം. ബിജെപിക്കാകട്ടെ ഒരു കൃസംഖ്യയെ കിട്ടിയ സായുജ്യവും. അനിൽ ആന്റണി ചെറുക്കനെ കൊണ്ടുനടന്ന് പത്തനംതിട്ടയിൽ വെള്ളം കുടിപ്പിച്ചു ബിജെപി. അനിൽ ആന്റണിയെക്കാളും ശക്തനാണ് എൽദോസ്. പ്രത്യേകിച്ചും പെരുമ്പാവൂരിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനമുണ്ട്. അദ്ദേഹം ബിജെപിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കൃസംഖ്യയെ കിട്ടി എന്നത് മാത്രമല്ല, അടുത്തവണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ബിജെപി സ്ഥാനാർത്ഥിയാക്കി നിർത്താനും സാധിക്കും. എൽദോസ് ആകട്ടെ ആകെ മൊത്തം കലിപ്പിലാണ്. ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തിന് അനുകൂലമായി ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തിന് എതിരാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് എൽദോസിന്റെ നീക്കം. കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന് ഈ ബലാത്സംഗ കേസിലും വധശ്രമ കേസിലും കോൺഗ്രസ് സഹായിക്കില്ല എന്ന് എൽദോസിന് വ്യക്തമായിരിക്കും. കൊലപാതകികളെ പോലും സംരക്ഷിച്ച പാരമ്പര്യമാണ് കോൺഗ്രസ് അധ്യക്ഷൻ സുധാകരനുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പക്ഷെ എൽദോസിന്റെ കാര്യത്തിൽ എന്തേ അദ്ദേഹം കണ്ണടയ്ക്കുന്നു എന്ന ചോദ്യം ബാക്കിയാകും. എൽദോസിനെതിരെ ശക്തമായ പരാതിയാണ് ആ യുവതി കൊടുത്തിരിക്കുന്നത്. പലതവണ തന്റെ ഇഷ്ടം കൂടാതെ താനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, അതായത് ബലാത്സംഗം ചെയ്തു. ഇതാണ് പരാതി. മറ്റൊന്ന്, തന്നെ കൊല്ലാൻ ശ്രമിച്ചു. കോവളത്ത് കൊണ്ടുപോയി കല്ലുകളുള്ള കുന്നിന്റെ മുകളിൽ കയറ്റി എടുത്ത് താഴെയിടാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് പരാതി. മാത്രമല്ല, എൽദോസ് മദ്യത്തിന് അടിമയാണെന്നും യുവതി പരാതിയിൽ പറയുന്നു. ബിജെപിക്ക് അതൊന്നും പ്രശ്നമാണ്. ഏത് അഴുക്ക് ചാലിനെ കിട്ടിയാലും ബിജെപി എടുത്തോളും. എന്തായാലും ഒരു കൃസംഖ്യയെ കിട്ടിയ ആഹ്ലാദത്തിലാണ് ബിജെപി.